ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. ദിലീപ് അടക്കം കേസിൽ 9 പ്രതികൾ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. എറിയാട് മാടവന ഗ്രാമവ്യവസായ സഹകരണ സംഘം ഓഫീസിൽ തീപിടുത്തം. ഇൻവെർട്ടർ കത്തി നശിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ തൃശൂർ നഗരത്തിൽ പോസ്റ്ററുകൾ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെന്റർ ഡിവിഷൻ സീറ്റ് വിറ്റു എന്ന ആരോപണം. ചാവക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PV പീറ്റർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. മുണ്ടൂരിൽ വയോധികയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. മകൾ സന്ധ്യയും കാമുകൻ നിതിനും അറസ്റ്റിൽ. കൊലപാതകം സ്വർണ്ണാഭരണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽ സഹയാത്രികന്റെ കൈ അറ്റുപോയി. അപകടത്തിൽപ്പെട്ടത് കൊല്ലങ്കോട് സ്വദേശി സുജിൻ. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊം പൊടിഞ്ഞു വീണു. ജില്ലയിൽ 3 വ്യത്യസ്ത സംഭവങ്ങളിലായി 3 പേർ മുങ്ങിമരിച്ചു. മുള്ളൂർക്കര കോട്ടക്കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങിമരിച്ചു. ചിറക്കലിൽ പുഴയിൽ കുളിക്കുന്നതിനിടെ മധ്യവയസ്കൻ മുങ്ങിമരിച്ചു. എടത്തുരുത്തിയിൽ വ്യാപാരിയെ വീട്ടുപറമ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകളിലേക്ക് വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ ഏപ്രിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. ഇതിനുശേഷം 27 തവണയാണ് വാദത്തിൽ വ്യക്തത വരുത്താനായി കേസ് വിചാരണ കോടതി മാറ്റിവെച്ചത്. നടൻ ദിലീപ് അടക്കം 9 പേരാണ് കേസിൽ പ്രതികൾ. കേസുമായി ബന്ധപ്പെട്ട് ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. 28 സാക്ഷികൾ കേസിൽ കൂറുമാറിയിരുന്നു. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമണത്തിനിരയായത്. കൊടുങ്ങല്ലൂർ എറിയാട് മാടവന ഗ്രാമവ്യവസായ സഹകരണ സംഘം ഓഫീസിൽ തീപിടുത്തം. ഇൻവെർട്ടർ കത്തി നശിച്ചു. ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മുറിക്കകത്തു നിന്നും പുക ഉയരുന്നത് കണ്ടത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടില്ല. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ പോസ്റ്റർ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെന്റർ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യമുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രതിപക്ഷ നേതാവ് ഇന്ന് ജില്ലയിൽ എത്താനിരിക്കെയാണ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പതിച്ചത്. പോസ്റ്ററുകൾ പിന്നീട് കീറിക്കളഞ്ഞു. ചാവക്കാട് കോൺഗ്രസിൽ ഭിന്നത. മുൻ നഗരസഭാ കൗൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ PV പീറ്റർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. 14-ാം വാർഡിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകിയ നൌഷാദ് തെക്കുംപുറത്തെ DCC അംഗമാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഷാൾ അണിയിച്ച് PV പീറ്ററിനെ സ്വീകരിച്ചു. NK അക്ബർ MLA, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഷീജ പ്രശാന്ത്, AH അക്ബർ, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാള പഞ്ചായത്തിൽ വിമതനായി മത്സരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM മാള ലോക്കൽ കമ്മിറ്റി അംഗവുമായ TP രവീന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. CPM ജില്ലാ സെക്രട്ടറിയാണ് നടപടിയെടുത്തത്. പാർട്ടി നടപടി ലോക്കൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. മുണ്ടൂർ ശങ്കരകണ്ഠത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൾ സന്ധ്യയെയും കാമുകൻ നിതിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അയിനിക്കുന്നത്ത് വീട്ടിൽ 75 വയസ്സുള്ള തങ്കമണിയെയാണ് ശനിയാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാമുകൻ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്വർണ്ണാഭരണം തട്ടിയെടുക്കാൻ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പറമ്പിൽ കൊണ്ടിടുകയായിരുന്നു. പറമ്പിലെ ഉരലിൽ തലയിടിച്ച് വീണ് മുറിവ് സംഭവിച്ചുവെന്നാണ് സന്ധ്യ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. ശനിയാഴ്ച രാവിലെ കൊലപ്പെടുത്തിയ ശേഷം നിതിനും സന്ധ്യയും ചേർന്ന് രാത്രിയാണ് മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടത്. ഇൻക്വസ്റ്റിനിടെ തങ്കമണിയുടെ നെറ്റിയിലെ മുറിവ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിലും ഉരലിലിടിച്ച് പറ്റിയതാകാമെന്നാണ് പോലീസ് കരുതിയത്.
പോസ്റ്റ്മോർട്ടത്തിനിടെ ഡോക്ടർക്ക് തോന്നിയ അസ്വാഭാവികതയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ കാരണം. ഡോക്ടർ നൽകിയ വിവരത്തെ തുടർന്ന് സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സമ്മതിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ നിതിനെ പോലീസ് തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുത്തു. തങ്കമണിയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് ലഭിച്ച 1.5 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി സുജിന്റെ ഇടത് കൈയാണ് മുട്ടിന് മുകളിൽ വെച്ച് അറ്റുപോയത്. കോഴി കയറ്റി വന്ന മിനി ലോറിയാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട വാഹനം തുരങ്കത്തിന്റെ ഒരു വശം ചേർന്ന് പോവുകയും കൈവരിയിൽ സുജിന്റെ കൈ ഇടിക്കുകയുമായിരുന്നു. സുജിനെ ഒരു ആംബുലൻസിലും മറ്റൊരു ആംബുലൻസിലുമായാണ് കൈ എത്തിച്ചത്. പീച്ചി പോലീസ്, ദേശീയപാത റിക്കവറി വിഭാഗം എന്നിവർ ചേർന്ന് മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ രാഗം തിയേറ്ററിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. ശക്തമായ കാറ്റിലാണ് തേക്കിൻകാട് മൈതാനിയിലെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ മറ്റ് യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ കൊമ്പ് മുറിച്ചു നീക്കി. മുള്ളൂർക്കര കോട്ടക്കുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. വാഴക്കോട് വളവ് കുറുപ്പം തൊടിയിൽ 18 വയസ്സുള്ള ഫഹദാണ് മുങ്ങി മരിച്ചത്. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. അന്നകര നെയ്യൻ വീട്ടിൽ 56 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ചിറക്കൽ അമ്പലത്തിനടുത്ത് പുഴയിൽ കുളിക്കുന്നിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടത്തുരുത്തിയിൽ വ്യാപാരിയെ വീട്ടുപറമ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്തുരുത്തി കുമ്പളപ്പറമ്പ് സ്വദേശി തേക്കാനത്ത് വീട്ടിൽ 55 വയസ്സുള്ള മാത്യൂസ് ആണ് മരിച്ചത്. ഉടൻ തന്നെ കരാഞ്ചിറ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൈ രണ്ടും തുണികൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. ഫാറൂഖ് റോഡിൽ കുന്നുങ്ങൽ അബ്ദുൾ മുത്തലിബിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടന്നത്. മുത്തലിബ് ബൈക്കിൽ പോകവെ കൂരിക്കുഴി പള്ളിക്ക് സമീപത്തെ റോഡിൽ വെച്ച് ചാമക്കാല സ്വദേശിയായ യുവാവിന്റെ കാറിൽ ബൈക്ക് ഉരസിയെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇയാൾ വലിയ മരവടിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവ സമയം വീടിനകത്ത് 9 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുണ്ടായിരുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുണ്ടന്നൂർ ചുങ്കം സെന്ററിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വെള്ളറക്കാട് ആദൂരിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശി എലവക്കാട് രാജേന്ദ്രന്റെ മകൻ രാജേഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി രാജേഷിന്റെ ബൈക്കിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ രാജേഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. പുളിഞ്ചോട് ചുക്കത്ത് വീട്ടിൽ വിനേഷിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ ഗോപാലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് ഇവരുടെ വീടിന് മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ബിനേഷ് ഗോപാലനുമായി തർക്കത്തിലാവുകയായിരുന്നു. ഇതിനിടെയാണ് ബിനേഷ് ഗോപാലിനെ കുത്തിയത്. റോഡിൽ കിടന്ന ഗോപാലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ബിനേഷ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മകളെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴുത്തിൽ കുത്തേറ്റ മോഹനൻ അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു. വിദേശത്തായിരുന്ന ബിനേഷ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ എരുമപ്പെട്ടി നമ്പറത്ത് വീട്ടിൽ സുരേഷ്, യാത്രക്കാരി ദൃശ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷയുടെ പുറകിൽ ഗുഡ്സ് വാഹനം ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സുരേഷിനെയും ദൃശ്യയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല കൊള്ളയ്ക്കെതിരെ NDA നടത്തുന്ന ഒപ്പുശേഖരണം മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ MS സമ്പൂർണ്ണ, രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ നാട്ടുകാർ പിടികൂടി നിരീക്ഷണത്തിലാക്കിയിരുന്ന മറ്റൊരു തെരുവുനായ കൂടി ചത്തു. കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ ഇന്നലെ ഉച്ചയോടെ നിരീക്ഷണത്തിലാക്കിയിരുന്ന തെരുവുനായയാണ് ഇന്ന് പുലർച്ചെ ചത്തത്. നഗരസഭ ആരോഗ്യ വിഭാഗമെത്തി ജഡം പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് മാറ്റി. കോട്ടപ്പടി ചോമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം ചത്ത നായയ്ക്ക് ഇന്നലെ പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവുനായ്ക്കൾക്കും നാളെ മുതൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി
ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്, നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്, വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പൂര്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോഴും പ്രചരണത്തിന്റെ താളം മാറുന്നില്ല. ഹൈടെക് കാലമായാലും പോസ്റ്റർ, കൊടി, തോരണം ഇവയൊക്കെ തന്നെയാണ് പ്രചരണ രംഗത്ത് ഓളങ്ങൾ സൃഷ്ടിക്കുന്നത്. തെരഞ്ഞെടുപ്പും പ്രചരണമൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പരമ്പരാഗതമായ രീതിയിലുള്ള തോരണങ്ങളും അരങ്ങും പോസ്റ്ററും പട്ടും എല്ലാം വിപണിയിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ നാട്ടുത്സവമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം വിപണിയുടെ കൂടി മത്സരകാലമാണ്. സ്ഥാനാർത്ഥികളുടെ ബഹുവർണ്ണ ബോർഡുകളും പ്രചരണ നോട്ടീസുകളും എല്ലാമായി ആ രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞു. വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളോടുകൂടിയ പോസ്റ്ററുകളും തൊപ്പികളും ഷാളുകളും ബാഡ്ജുകളും എല്ലാം റെഡിയാണ്. പണ്ട് പോയിരുന്ന സാധനങ്ങളും പോകുന്നുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡിനുള്ള സാധനങ്ങളും പോകുന്നുണ്ട്. പട്ടെന്ന് പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ പോണത്. അത്രയധികം ചെലവുള്ള സാധനമാണ് പട്ടം. അങ്ങനെ പലവിധ ഐറ്റംസും നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതുമ നിറഞ്ഞ പ്രചരണ വസ്തുക്കളും ഈ പ്രാവശ്യം വിപണിയിൽ ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ പേരും ചിഹ്നങ്ങളും എഴുതിയ പട്ടങ്ങൾ, തോരണങ്ങൾ, കീചെയിൻ, കൊടികൾ, ബാൻഡുകൾ, ബലൂണുകൾ, ടീഷർട്ടുകൾ തുടങ്ങിയവയെല്ലാം പല നിറത്തിലും ആകൃതിയിലും ലഭ്യമാണ്. ഏത് പാർട്ടിക്കാരനും കടയിൽ കാലുവെച്ചാൽ ഇഷ്ടചിഹ്നമുള്ള സാധനങ്ങൾ നിഷ്പ്രയാസം എടുത്തു മടങ്ങാം. സാധാരണ കാലഘട്ടങ്ങളിൽ നമുക്ക് പോസ്റ്റർ, കൊടി അത് മാത്രമേ പോയിരുന്നുള്ളൂ. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞ ശേഷം ഒരു ഇലക്ഷൻ വരണം. ഏറ്റവും കൂടുതൽ പോണ ഹാങ്ങിങ് ഫ്ലാഗ്സ് ഉണ്ട്, കൊടിക്കൂറ, അതേപോലെ തന്നെ പട്ടം, കോട്ടകള്, ഷെയ്ഡ്. പേപ്പർ ഷെയ്ഡ് നോർമൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ കൊല്ലം നോർമൽ സാധാരണക്കാരൊക്കെ ഇപ്പോഴും ഷെയ്ഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊപ്പി, കോട്ട, ബലൂൺസ്, കീ ചെയിൻ, 40-60 സൈസിലൊരു ഫ്ലാഗ് ഉണ്ട്, സാറ്റിൻ ഫ്ലാഗ്. അത് 3 പടിയിലുണ്ട്. യൂത്തൊക്കെ അതാണ് കൂടുതലും ട്രെൻഡിങ്. ന്യൂജൻ പിള്ളേഴ്സ് കംപ്ലീറ്റ് ഇഷ്ടപ്പെടുന്ന ബൈക്കുമ്മലേക്കുള്ള സ്റ്റിക്ക് ഫ്ലാഗ്, അതേപോലെ തന്നെ വലിയ സൈസ് സാറ്റിൻ്റെ ഫ്ലാഗ്, അതുമേ ജയ് ശ്രീരാം വെച്ച് അടിച്ചത്, അതേപോലെ തന്നെ കൈപ്പത്തി, താമര, ചെഗുവേര, അരുവാൾ നക്ഷത്രം, DYFI, ഇങ്ങനെ ഓരോ പാർട്ടിക്കാർക്കും അവരുടെ എംബ്ലം വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ട്രെൻഡിങ്ങാണ്. കാരണം ഒരുപാട് കുട്ടികളും നമ്മൾ പഴയകാലം വിട്ടിട്ടൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് യൂത്ത് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ കൊല്ലം. മൊത്തമായും ചില്ലറയായും സാധനങ്ങൾ ലഭ്യം. മത്സര ചിത്രം തെളിഞ്ഞതോടെ വിപണിയിൽ ഇനി തിരക്കിന്റെ പൊടിപാറും കാലമാണ്. അങ്ങനെ ഇപ്പോൾ പാർട്ടി ഏതായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ആവശ്യമുള്ള ചിഹ്നങ്ങളും ബലൂണുകളും തോരണങ്ങളെല്ലാം ആവശ്യത്തിന് വാങ്ങി മടങ്ങാം. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ ട്രെയിലർ ലോറിയുടെ വളയം പിടിക്കുന്ന പെൺകരുത്ത്. ജില്ലയിൽ ആദ്യമായി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ വനിത ജസ്മി സാജുവാണ് പനമുക്ക് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി. ജില്ലയിൽ ആദ്യമായി ട്രെയിലർ ഓടിക്കാൻ ലൈസൻസ് നേടിയ വനിതയാണ് ജസ്മി. ജസ്മിയാണിപ്പോൾ പനമുക്കിലെ LDFന്റെ സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ അവിടെ വരെ? പ്രചരണം ആദ്യഘട്ടം ഇന്നത്തോടുകൂടി പൂർത്തിയാവും. നല്ല രീതിയിൽ ആളുകൾ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുന്നേറുക തന്നെ ചെയ്യും. എന്താണ് വികസന സങ്കല്പങ്ങൾ? ഈ 55 ഡിവിഷൻ, ഇപ്പോൾ 56 ഡിവിഷനായി തൃശ്ശൂർ കോർപ്പറേഷനിൽ അവിടെ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു വികസന പരിപാടികൾ കൊണ്ടുവന്നത് രാഹുൽനാഥാണ്, AR രാഹുൽനാഥ്. ഒരുപാട് വികസനങ്ങൾ ഇനിയും നമുക്ക് കൊണ്ടുവരാനുണ്ട്. പുതിയതായിട്ട് ഡിവിഷനിൽ കുറച്ച് ഇതുകൂടി വന്ന് വീടുകൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും വികസനങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും ഒന്നാമത് തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ എത്തുക തന്നെ ചെയ്യും ഞങ്ങൾ. ഈ പ്രവർത്തനത്തിന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അതെങ്ങനെയാണ്? പൂർണ്ണ സപ്പോർട്ടാണ്. ഹസ്ബൻഡും മക്കളും എല്ലാവരും, ഈ എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന് മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. വളയം പിടിക്കുന്നത് കാരിയറായിരുന്നല്ലോ ആദ്യ സ്വപ്നം, അതിൽ നിന്നും മാറിയിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? വളയം പിടിക്കുന്നത് ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖല, ഇത് അതിനും നല്ലൊരു മേഖല. കാരണം നമുക്ക് ജനങ്ങളെ കൂടുതൽ അറിയാനും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ
ചെയ്തു കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ പറയില്ലേ നമ്മുടെ നാടിനും പ്രദേശത്തിനും ജനങ്ങൾക്കും ഒരു നല്ലൊരു മാതൃകയായിട്ട് നമുക്ക് മുന്നേറാൻ പോവുക, അവരിൽ ഇറങ്ങിച്ചെല്ല എന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. വിജയപ്രതീക്ഷയുമായാണ് ജസ്മി പ്രചാരണ രംഗത്ത് മുന്നോട്ട് നീങ്ങുന്നത്. പനമുക്കിൽ നിന്നും ക്യാമറമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുഴൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥിക്ക് ബൈക്ക് യാത്രയ്ക്കിടയിൽ അപകടം. CPM പ്രതിനിധിയായ തോമസ് പുളിക്കലിനാണ് കുഴൂരിൽ അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ സ്ഥാനാർത്ഥി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. നേട്ടം പറയാൻ ഈ ഭരണത്തിൽ ഒന്നുമില്ലെന്നും കോട്ടങ്ങളുടെ കൊടുമുടിയിലാണ് പിണറായി വിജയൻ സർക്കാർ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VM സുധീരൻ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം KA ഹാറൂൺ റഷീദ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, VR വിജയൻ, ശോഭ സുബിൻ, സുനിൽ ലാലൂർ, ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AT നേന തുടങ്ങിയവർ സംസാരിച്ചു. UDF എടവിലങ്ങ് മണ്ഡലം കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. KPCC മെമ്പർ MK അബ്ദുൾ സലാം, നേതാക്കളായ PH മഹേഷ്, PB മൊയ്തു, TM കുഞ്ഞുമൊയ്തീൻ, ജോസഫ് ദേവസി, EK സോമൻ, മേരി ജോളി, സുനിൽ കുമാർ, AD ജോണി തുടങ്ങിയവർ സംസാരിച്ചു. വളരെയേറെ പ്രതീക്ഷ. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? വലിയ പരസ്യമായിരുന്നു. മെമ്പർമാരായിരുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടാവും. അതിദാരിദ്ര്യം. വടക്കാഞ്ചേരി നഗരസഭ UDF കൺവെൻഷൻ UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, K അജിത് കുമാർ, ഷാഹിദാർ റഹ്മാൻ, ജിജോ കുര്യൻ, ജോണി ചിറ്റിലപ്പള്ളി, ഹംസ നാരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. UDF കൊടകര മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ, സനീഷ് കുമാർ ജോസഫ് MLA, നേതാക്കളായ PM ഏലിയാസ്, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും നമുക്ക് തീരുമാനിക്കേണ്ടതിൽ നിർത്തിയ സ്ഥാനാർത്ഥികളും ചെയ്യുന്നു. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. 3 പീടികയിൽ നടന്ന കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി സലീം പുറക്കുളം, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PMA ജബ്ബാർ, CC ബാബുരാജ്, CJ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് മാത്രമല്ല, കേരളത്തിലും തൃശൂർ ജില്ലയിലും കയ്പമംഗലം ജില്ലാ പഞ്ചായത്ത് അതിർത്തിയിലും കെട്ടിച്ച് പുറത്തേക്ക് പറഞ്ഞയക്കേണ്ട സന്ദർഭമാണ്. താന്യം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോർ കമ്മിറ്റി കൺവീനർ MK ചന്ദ്രൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ സ്ഥാനാർത്ഥി ഷൈജു സായിറാം, KN വേണുഗോപാൽ, EM ബഷീർ, ഹബീബുള്ള എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ വോട്ട് തിരിമറിയെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NDA തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പഴയ നടക്കാവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അതുല്യ ഘോഷ്, മുൻ DGP ജേക്കബ് തോമസ്, മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തെ വികസനത്തിൽ നിന്നും പുറകോട്ടടിച്ചതിൽ LDFനും BJPക്കും തുല്യ പങ്കാണുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 45-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സനിൽ സത്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ ഭവന സന്ദർശന പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിനവ്, രാഹുൽ ഗോപാലകൃഷ്ണൻ, സിനാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂരിൽ കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന കൗതുക കാഴ്ചയാകുന്നു. പൂന്താനം ഓഡിറ്റോറിയത്തിന് പുറകിലാണ് പ്രകൃതിയുടെ വികൃതിയായ കണിക്കൊന്ന പൂത്തിരിക്കുന്നത്.
മീനച്ചൂടേറ്റ് മേടത്തിൽ വിരിയേണ്ട കണിക്കൊന്നയാണ് 5 മാസം മുമ്പ് വൃശ്ചികത്തിൽ പൂത്തുലഞ്ഞത്. കാലത്തിൻ കൈകൾ കൊന്നപ്പൂവിന്റെ കാതിൽ പറഞ്ഞിട്ടേയില്ല എന്ന ONV കുറിപ്പിന്റെ വരികളെയാണിത് ഓർമ്മപ്പെടുത്തുന്നത്. ഓഡിറ്റോറിയത്തിന്റെ മതിലിനരികിലുള്ള കൊന്നമരം പൂക്കളാൽ സമ്പന്നമാണ്. തൊട്ടടുത്ത 3 ചെറിയ മരങ്ങൾ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മേഖലയിലെ മറ്റു കൊന്നമരങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല. ചൂടിന്റെ കാഠിന്യമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ചൂടിന്റെ കാഠിന്യം കൂടുമ്പോൾ ഇലകളിലെ സുഷിരങ്ങൾ വഴി ജലനഷ്ടം ഒഴിവാക്കാനായി ഇവ ഇലകൾ പൊഴിച്ച് പൂക്കളെ അണിനിരത്തി പ്രതിരോധിക്കും. 1 മാസത്തിലധികം ഈ അവസ്ഥയിൽ നിൽക്കും. അങ്ങനെയെങ്കിൽ വിഷുവിന് കൊന്നപ്പൂക്കണി കാണാനാകുമോ എന്നാണ് ആശങ്ക. വിഷുവല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാനാകുമോ എന്ന കവിവാക്യം ഇവിടെ കണ്ടറിയേണ്ടി വരും. പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ എത്ര തന്നെ വ്യാപകമായാലും മലയാളിക്ക് കണി കാണണമെങ്കിൽ ഒരു പിടി കണിക്കൊന്ന തന്നെ വേണമല്ലോ. TCV ന്യൂസ്, ഗുരുവായൂർ. ചേതന ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ വാർഷികോത്സവമായ ചേതനോത്സവ് ഈ മാസം 28, 29, 30 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മ്യൂസിക് കോഫി, ഓഡിയോ ഫിലിയ, വിവിധ് തുടങ്ങിയവ ചേതനോത്സവത്തിന്റെ ഭാഗമായി നടക്കും. സംഗീത മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, വയലിൻ അധ്യാപകൻ പ്രൊഫസർ പോൾസൺ ചാലിശ്ശേരി, ഗിറ്റാർ കലാകാരൻ രാജേഷ് ദാസ് തുടങ്ങിയവരെ ചേതനോത്സവത്തിൽ ആദരിക്കും. ചേതന ഡയറക്ടർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത്, ഫാദർ ലിൻസ് മേലേപ്പുറം, സജി ആർ നായർ, ടോണി ജോസ്, അരുൺ ജോൺ മാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെയും ഓങ്കോളജി വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് അമല മെഡിക്കൽ കോളേജ് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ബുധനാഴ്ച നടക്കുന്ന ക്യാൻസർ പൊതുജന ബോധവൽക്കരണ പരിപാടി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. 27, 28 തീയതികളിൽ നടക്കുന്ന ദേശീയ സിമ്പോസിയം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ P. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ഡോക്ടർ V. രാമൻകുട്ടി, ഡോക്ടർ TD ബാബു, ഡോക്ടർ ജോബി തോമസ്, ജോസഫ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ കൊടകര ഷഷ്ടി ബുധനാഴ്ച ആഘോഷിക്കും. ഷഷ്ടി ആഘോഷം അവിസ്മരണീയമാക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തട്ടക നിവാസികൾ. 21 കാവടി സംഘങ്ങളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കാളികളാകുന്നത്. ബുധനാഴ്ച പുലർച്ചെ വിവിധ ദ്രവ്യങ്ങളുമായി പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് കുന്നത്തിർക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെടുന്നതോടെയാണ് ഷഷ്ടി ആഘോഷത്തിന് തുടക്കമാകുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റെ ആദ്യ അഭിഷേകത്തിനു ശേഷം ഭക്തരുടെയും വിവിധ കാവടി സംഘങ്ങളുടെയും അഭിഷേകം നടക്കും. ഷഷ്ടിയുടെ ചടങ്ങുകളെല്ലാം കുന്നത്തിർക്കോവിൽ ക്ഷേത്രത്തിലാണ് നടക്കുന്നതെങ്കിലും ഇതോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിന് വേദിയാകുന്നത് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനമാണ്. ഉച്ചയോടെ കാവടി സംഘങ്ങൾ ഓരോന്നായി പൂനിലാർക്കാവിലെത്തിത്തുടങ്ങും. വിശ്വബ്രാഹ്മണ സമാജമാണ് ആദ്യമെത്തുക. തുടർന്ന് മറ്റു കാവടി സംഘങ്ങളും ഊഴമനുസരിച്ച് പൂനിലാർക്കാവിലെത്തും. രാത്രിയിലും കാവടിയാട്ടമുണ്ടാകും. ഷഷ്ടി ആഘോഷം നടക്കുന്നതിനാൽ ബുധനാഴ്ച കൊടകര ടൗണിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡ്രോൺ നിരീക്ഷണം, മൊബൈൽ, ബൈക്ക് പട്രോളിംഗ്, മഫ്തി പോലീസിന്റെ രഹസ്യ നിരീക്ഷണം, കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് പിങ്ക് പോലീസ് സേവനം എന്നിവ ഏർപ്പെടുത്തും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഡാൻസ് ഓഫ് ടീമിനെയും നിയോഗിക്കും. TCV ന്യൂസ്, കൊടകര. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയ ദീപാലങ്കൃത ബഹുനില പന്തലിന്റെ സ്വിച്ച് ഓൺ നടത്തി. ക്ഷേത്ര മൈതാനിയിൽ കൂടി നിന്നവരിൽ പ്രായം കുറഞ്ഞ ഇവാ റോസും എറിൻ റോസും ചേർന്നാണ് സ്വിച്ച് ഓൺ ചെയ്തത്. ഭാരവാഹികളായ PR പ്രസാദ്, IK കൃഷ്ണകുമാർ, NV ബിജു, ദിനേശ് പരമേശ്വരൻ, പ്രഭൻ മുണ്ടയ്ക്കൽ, D നിർമ്മൽ എന്നിവർ സന്നിഹിതരായിരുന്നു. റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ അനുമോദിച്ചു. മാനേജർ B. സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, സെക്രട്ടറി രേണു കലാധരൻ, NV സജീവ്, ചന്ദ്രശേഖര മേനോൻ, പ്രധാന അധ്യാപിക PS സീമ എന്നിവർ സംസാരിച്ചു. 3 പീടികയിൽ വീട്ടുപറമ്പിൽ നിന്നും മുള്ളൻ പന്നിയെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കന്നത്തുപടി ഷമീറിന്റെ വീട്ടുവളപ്പിൽ മുള്ളൻ പന്നിയെ കണ്ടത്. വീട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് RRT അംഗം അൻസാരി എത്തിയാണ് മുള്ളൻ പന്നിയെ പിടികൂടിയത്. മുള്ളൻ പന്നിയെ പിന്നീട് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. എടത്തിരുത്തി സൗത്ത് ഐനിച്ചോട് വീട്ടുമുറ്റത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വേദോട്ടിൽ രജനി സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് മലമ്പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT അംഗം അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. പിടികൂടിയ പാമ്പിന് 8 അടിയോളം നീളമുണ്ട്. പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാവ് ലേലം വിളി നടന്നു. 56,23,500 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. എടവിലങ്ങ് സ്വദേശി ഐനിക്കാട്ട് മുരളിയാണ് ലേലം ഉറപ്പിച്ചത്. കഴിഞ്ഞ വർഷം 56,17,000 രൂപയ്ക്കാണ് ലേലം വിളി നടന്നത്. കൊടുങ്ങല്ലൂർ തഹസീൽദാർ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിൽ 38 പേർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിലെ ക്രിസ്തുരാജ തിരുനാൾ നാളെ മുതൽ ഡിസംബർ 1 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 26-ന് വൈകിട്ട് 5:45-ന് ഫാദർ ജോസ് നന്ദിക്കര തിരുനാളിന് കൊടിയേറ്റും. 29-ന് രാവിലെ 6:30-ന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ ജോസഫ് അമ്പൂക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് ബൈബിൾ കലോത്സവവും ഭക്തജന സംഘടനകളുടെ വാർഷിക ആഘോഷവും നടക്കും. തിരുനാൾ ദിനമായ 30-ന് രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുക. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കുന്നത്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുതുക്കാട് അഖില കേരള എഴുത്തച്ഛൻ സമാജം ചെറുവാൾ ശാഖയുടെ 27-ാം വാർഷികവും കുടുംബസമ്മേളനവും കെ എ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കെ കെ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. കെ എൻ ഗോപാലകൃഷ്ണൻ, കെ ഡി ഭാസ്കരൻ, സജിത സുനിൽ, കെ കെ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാലപ്പള്ളി RRTയിലെ ജീവനക്കാരെ പരിയാരം റേഞ്ചിലെ കൊന്നക്കുഴി സ്റ്റേഷനിലേക്ക് താൽക്കാലികമായി നിയമിച്ച് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഉത്തരവിട്ടു. നിലവിൽ കൊന്നക്കുഴി സ്റ്റേഷനിൽ ജീവനക്കാരുടെ കുറവുള്ളതിനാലും പരിയാരം റേഞ്ച് ഓഫീസർക്ക് അതിരപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരണാധികാരിയുടെ ചുമതല കൂടി നൽകിയതിന്റെയും അടിസ്ഥാനത്തിലാണ് കൊന്നക്കുഴി സ്റ്റേഷനിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിച്ചത്. CMI ദേവമാതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ നേതൃത്വത്തിൽ പാവർട്ടിയിൽ നടത്തിയ ചാവറ ഫെസ്റ്റിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എൽത്തുരുത്തി സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളും UP വിഭാഗത്തിൽ തലവൂർ സെന്റ് തെരേസാസ് UP സ്കൂളും LP വിഭാഗത്തിൽ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂളുമാണ് ജേതാക്കൾ. വിജയികൾക്ക് ദേവമാതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ സന്തോഷ് മുണ്ടൻമാണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജനറൽ കൺവീനർ ഫാദർ പ്രവീൺ പോൾ പുത്തൻചിറക്കാരൻ, കോർഡിനേറ്റർ ഹീര തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന പഞ്ചദിന തീരദേശ ബൈബിൾ കൺവെൻഷൻ നാളെ തുടങ്ങും. സെന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ 38-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ കൺവെൻഷൻ നയിക്കും. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ബൈബിൾ പ്രതിഷ്ഠ നടത്തും. വൈകിട്ട് 4:30 മുതൽ 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുക. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. ദിലീപ് അടക്കം കേസിൽ 9 പ്രതികൾ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. എറിയാട് മാടവന ഗ്രാമ വ്യവസായ സഹകരണ സംഘം ഓഫീസിൽ തീപിടുത്തം. ഇൻവെർട്ടർ കത്തി നശിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ തൃശൂർ നഗരത്തിൽ പോസ്റ്ററുകൾ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെന്റർ ഡിവിഷൻ സീറ്റ് വിറ്റു എന്ന ആരോപണം. ചാവക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PV പീറ്റർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. മുണ്ടൂരിൽ വയോധികയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. മകൾ സന്ധ്യയും കാമുകൻ നിതിനും അറസ്റ്റിൽ. കൊലപാതകം സ്വർണ്ണാഭരണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. കുതിരാൻ തുരങ്കത്തിൽ മിനി ലോറി അപകടത്തിൽ സഹയാത്രികന്റെ കൈ അറ്റുപോയി. അപകടത്തിൽപ്പെട്ടത് കൊല്ലങ്കോട് സ്വദേശി സുജിൻ. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണു.
ജില്ലയിൽ 3 വ്യത്യസ്ത സംഭവങ്ങളിലായി 3 പേർ മുങ്ങി മരിച്ചു. മുള്ളൂർക്കര കോട്ടാക്കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. ചിറക്കലിൽ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. എടത്തിരുത്തിയിൽ വ്യാപാരിയെ വീട്ടുപറമ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.